ട്ടതാ അത് മുഴുവനും പൊട്ടക്കിണറ്റിന്റെ സമീപത്ത് ചെന്ന് നോക്കുമ്പോ അതിലെ അതാ വളരെ ദുഷിച്ച് എന്തോരും വെള്ളമായി തീർന്നിരിക്കുന്നു. അതിന്റെ സമീപത്തുള്ള ഈത്തപ്പനക്ക് പോലും അതിന്റെ തല ശൈത്താന്റെ തല പോലെ ഇരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. അവിടുന്ന് അത് എടുപ്പിക്കുന്നു. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതാ നൂലുകളിൽ കെട്ടിയിട്ട കുറെ കെട്ടുകൾ, അല്ലെങ്കിൽ അതുപോലെ ഞാണിൽ കെട്ടിയ കെട്ടുകൾ, ആ കെട്ടുകൾ അതാ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, കെട്ടഴിക്കൂ നബിയേ. ഇതാ മന്ത്രിച്ച് ജപിച്ചുകൊണ്ട് കെട്ടിയ കെട്ടുകൾ, ആ കെട്ടഴിക്കാൻ വേണ്ടി പറയുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതാൻ വേണ്ടി പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിക്കൊണ്ട് കെട്ടഴിക്കുമ്പോ ഓരോ ആയത്തും ഓതുമ്പോൾ ഓരോ കെട്ടുകൾ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞങ്ങ് പോകുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ശക്തമായ സിഹ്ർ യഹൂദികൾ ചെയ്തപ്പോൾ ആ സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി ഓതാൻ ഇറക്കിക്കൊടുത്ത സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ, മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇമാം മാസരിയിൽ നിന്നെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മദ്ഹബു അഹ്ലി സുന്ന വ ജംഹൂരി ഉലമാഇൽ ഉമ്മ. അഹ്ലുസ് സുന്നത്തിൽപ്പെട്ട മുഴുവൻ പണ്ഡിതന്മാരുടെയും വീക്ഷണം, ഈ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വിവരമുള്ളവരുടെയും വീക്ഷണം അലാ ഇസ്ബാത്തി സിഹ്രി, സിഹ്ർ എന്ന് പറയുന്നത് സ്ഥിരപ്പെടുത്തുകയാണ്. അഥവാ സിഹ്ർ എന്ന ഒരു കാര്യം ഉണ്ടെന്നാണ്. സ്ഥിരപ്പെട്ട മറ്റ് പല വിഷയങ്ങൾക്കും യാഥാർത്ഥ്യമുള്ളതുപോലെ സിഹ്റിനും യാഥാർത്ഥ്യമുണ്ടെന്നതാണ്. അങ്ങനെ സിഹ്ർ എന്നൊരു വിഷയം തന്നെ ഇല്ലെന്ന് പറയുന്നവർക്കെതിരായിട്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും സ്വഹാബത്ത് മുതൽക്ക് നിലനിൽക്കുന്നത്. അതുപോലെ സിഹ്റിന് യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്നവർക്കെതിരാണ് ലോകത്തുള്ള അതാ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുമുള്ളത്. എന്നിട്ടതാ അവിടുന്ന് പറയുന്നു, വഖദ് ദക്കറഹുല്ലാഹു തആല ഫീ കിതാബിഹി, ഖുർആനിൽ സിഹ്റിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് സിഹ്റില്ലെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വദക്കറ അന്നഹു മിമ്മാ യുതഅല്ലബു, അത് പഠിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. അഥവാ പഠിക്കൽ ജായിസാണെന്നല്ല, പഠിക്കണമെന്നല്ല, അല്ലെങ്കിൽ അതാ അത് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണെന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ സിഹ്ർ പഠിച്ചിട്ടത് ചെയ്താൽ പലപ്പോഴും അതുകൊണ്ട് കാഫിറാക്കപ്പെടാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് കാഫിറായി പോകാൻ കാരണമാകുന്ന സിഹ്റുണ്ട്. ഭർത്താവിനെയും ഭാര്യയും തമ്മിൽ തെറ്റിക്കുന്ന സിഹ്റുണ്ട്. യാഥാർത്ഥ്യമില്ലാത്തൊരു സംഗതിക്ക്, അതിന് വെറും തോന്നലാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്നൊരു സംഗതിക്ക് അത് കഴിയില്ലല്ലോ. അത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വഹാദൽ ഹദീസ് അയ്ളൻ മുസർരിഹും ബിഇസ്ബാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഇറക്കി കൊടുത്തുകൊണ്ട് സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കി കൊടുത്തുകൊണ്ട് ഈ നടന്ന സംഭവം വിവരിക്കുന്ന ഹദീസും സിഹ്റുണ്ടെന്നും സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്നുമുള്ളത് വ്യക്തമായി പറയുന്ന ഹദീസാണല്ലോ. അതാ അത് പൊട്ടക്കിണറ്റിൽ മൂടപ്പെട്ടതും എന്നിട്ട് അത് എടുത്ത് പുറത്തു കൊണ്ടുവന്നതുമാണെന്നും ഹദീസ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സിഹ്ർ എന്നൊരു സംഗതി തന്നെ ഇല്ലെന്ന് പറയുന്ന ഏതെങ്കിലും വിവരദോഷികൾ ഉണ്ടെങ്കിൽ അവര് പറയുന്നത് ബാത്തിലാണെന്ന് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ സറഹ് മുസ്ലിമിൽ പറയുകയാണ്, എന്നിട്ടതാ പറയുകയാണ്, സിഹ്ർ ഇല്ല എന്ന് പറയുന്നവർ അവർ അനാചാരികളാണ്, ബിദ്അത്തുകാരാണ്, പുത്തനാശയക്കാരാണ്, അവരുടെ വാദം നിരർത്ഥകമാണ് എന്ന് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. ഓ സഹോദരന്മാരെ, അപ്പൊ സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
അതേ ഇറക്കിക്കൊടുത്ത സൂറത്തുമാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. അതേ, അത് വലിയ മഹത്വമുള്ള 2 സൂറത്തുകളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ജൂതന്മാരെ സംബന്ധിച്ച് പറഞ്ഞു, വത്തബഉ മാ തത്ലു الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر. ജൂതന്മാര് അതാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടിയുണ്ടാക്കി പറഞ്ഞു. അവര് പലതും ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലും അവിശ്വസിച്ചിട്ടില്ല. അതേ സമയത്ത് അതേ ശൈത്താന്മാരാണ് അവിശ്വസിച്ചത്. അവരാണ് ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചത്. അതേ, വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. ഇവിടെ ഒരുപാട് തഫ്സീറുകളുണ്ട്. ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന 2 മലക്കുകളുടെ പേരിലും ആ യഹൂദികൾ പച്ചക്കള്ളം കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ. ആ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന മലക്കുകൾ അവരൊരാൾക്കും തന്നെ ഒരു വിവരവും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, നിങ്ങൾ അവിശ്വസിക്കരുതേ, ഞങ്ങൾ പഠിപ്പിക്കുന്ന നിലക്ക് തന്നെ ജീവിച്ച് മരിക്കണേ എന്നിങ്ങനെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. അതിനാൽ കുഫറിനാലും സിഹ്റിനാലും ആ യഹൂദികൾ അതാ മനുഷ്യന്മാരെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും പരസ്പരം തെറ്റിക്കുന്ന ചില വിദ്യകൾ അവര് പഠിച്ചു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, പേടിക്കണ്ട. പേടിക്കണ്ട ഞാൻ പറഞ്ഞതിനാ. ഒരാൾ പഠിത്ത എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ സിഹ്ർ ചെയ്ത് നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടര്. ഞാൻ പറഞ്ഞു പേടിക്കണ്ട. എന്ത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു സിഹ്റുകാരനും പടച്ചവൻ കഴിവ് കൊടുക്കാതെ, പടച്ചവൻ ഉദ്ദേശിക്കാതെ ഒരു ദ്രോഹവും ചെയ്യാൻ കഴിയില്ല. പടച്ചവന്റെ തീരുമാനവും ഉദ്ദേശവും ഉണ്ടെങ്കിലേ നടക്കൂ, അല്ലാതെ നടക്കൂല. അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സിഹിറില്ലെന്നല്ല, അങ്ങനെ പേടിക്കണ്ട, പടച്ചവൻ ഉദ്ദേശിച്ചെങ്കിലേ നടക്കൂ. എന്നാൽ വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും. ആ യഹൂദികൾ അവർക്ക് ഉപദ്രവം ചെയ്യുന്നതാണ് പഠിച്ചത്, ഉപകരിക്കുന്നതല്ല പഠിച്ചത്. അതേ, വലഖദ് അലിമൂ ലമൻ ഇസ്തറഅഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അങ്ങനെയുള്ള അവിശ്വാസവും സിഹ്റും പഠിച്ചിട്ടത് ചെയ്യുന്ന കക്ഷികൾ അവർക്ക് ആഖിറത്തിൽ ഒന്നും പടച്ചവൻ കൊടുക്കൂല. അവരാഖിറം നഷ്ടപ്പെട്ടത് തന്നെ. വലബീസ മാ ശറൂ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. അവർ ദുനിയാവിന് വേണ്ടി സിഹ്ർ ചെയ്യാൻ പോയി, ദുനിയാവിന് വേണ്ടി സിഹ്ർ പഠിച്ചത് ചെയ്യാൻ പോയി. അവർ മുഴുവനും നഷ്ടപ്പെട്ടവർ തന്നെ. അവരുടെ ആ കച്ചവടത്തിൽ അവർ നഷ്ടപ്പെട്ടവർ തന്നെ. ഓ ജനങ്ങളെ, കടുത്ത തെറ്റാണ്, സബഉൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റാണ് സിഹ്ർ. സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞാലോ, ഇത്തഖു സബഅൽ മൂബിഖാത്ത്, നിങ്ങളെ നശിപ്പിച്ച് കളയുന്ന 7 കടുകടുത്ത തെറ്റുകളുണ്ട്. അതിലൊന്നാണ് പടച്ച റബ്ബിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തുല്യനുണ്ടെന്ന് വിശ്വസിക്കൽ, അള്ളാഹുവിന് തുല്യനുണ്ടെന്ന് വിശ്വസിക്കൽ, അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തൽ, സൃഷ്ടികളെ പടച്ചവനോട് തുല്യപ്പെടുത്തൽ, പടച്ചവന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ. അങ്ങനെയുള്ള ശിർക്കുണ്ടല്ലോ, അതേറ്റവും വലിയ തെറ്റാണ്. സുബ്ഹാനല്ലാഹ്. സൃഷ്ടികളെ പോലെ പടച്ചവനെ കുറിച്ച് പറയുന്ന ചിലരില്ലേ, പടച്ചവൻ
കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവരില്ലേ, പടച്ചവന് ഭാഗമുണ്ടെന്ന് പറയുന്നവരില്ലേ, പടച്ചവന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവരില്ലേ, അവരുടെ തെറ്റ് ഏറ്റവും വലിയ തെറ്റ് തന്നെ. അത് കഴിഞ്ഞാൽ അതുപോലുള്ള ഏതെല്ലാം ശിർക്കുകളുണ്ടോ, ഏതെല്ലാം അവിശ്വാസങ്ങളുണ്ടോ, അതാണ് ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്. ഏറ്റവും വലിയ നശിപ്പിക്കുന്ന 7 തെറ്റുകൾ ഒഴിവാക്കണമെന്നതിലൊന്ന് ശിർക്കാണ്. രണ്ടാമത് നബി തങ്ങൾ എണ്ണുന്നത് തന്നെ സിഹ്റാണ്, മാരണപ്രവർത്തനമാണ്. ഓ ഉമ്മമാരെ, മുസ്ലിമീങ്ങളെ, ഒരൊറ്റ മുസ്ലിമിനോ ഒരെതിരാളിക്കോ അനുകൂലിക്കോ സിഹർ ചെയ്യാമെന്ന് കരുതല്ല കേട്ടോ. അത് ഏറ്റവും വലിയ തെറ്റാണ് കേട്ടോ. ഒരാൾക്കും ദോഷം വരാൻ വേണ്ടി അത്തരത്തിലുള്ള മാരണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഏറ്റവും വലിയ തെറ്റാണ് സിഹർ. അതുകൊണ്ട് കാഫറായി പോകുമെന്ന് വരെ പറഞ്ഞവർ ഉണ്ട്. സിഹർ ഒരിക്കലും പാടില്ലാത്ത തെറ്റാണ്. സിഹർ ചെയ്യാം. ചിലർക്ക് അത് തന്നെ പണിയാണ്, ചിലർക്ക് അത് തന്നെ പണിയാണ്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തന്നെ പാടില്ല സിഹർ. ഈ ആയത്തിന് ഞാൻ അർത്ഥം വെച്ചത് അബൂ മുസ്ലിം എന്ന് പറയുന്ന ആള് വെച്ച അർത്ഥമനുസരിച്ച് ഇമാം റാസി ഉദ്ധരിച്ചതനുസരിച്ചാണ്. ഇനി വേറെയും അതിന് ചില വ്യാഖ്യാനങ്ങളുണ്ട്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. അതേ യഹൂദികൾ സുലൈമാൻ നബിയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചു. അത് പഠിപ്പിച്ചിട്ട് അല്ലാഹ് പറയാണ്, അവരതാ ശൈത്താന്മാരാണ് സിഹർ പഠിപ്പിച്ചത് ജനങ്ങൾക്ക്. അതിനെ അവർ പിന്തുടർന്നു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്. ബാബിലുള്ള ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന 2 മലക്കുകൾക്ക് ഇറക്കപ്പെട്ട ചില സംഗതികളുണ്ട്. ആ സംഗതികളിൽ സിഹർ എന്താണ്, അത് ബാത്തിലാക്കൽ എങ്ങനെയാണ്, സിഹർ എങ്ങനെയാണ്, അത് ബാത്തിലാക്കൽ എങ്ങനെയാണ് എന്ന് ആ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മലക്കുകൾ അങ്ങനെ സിഹർ ബാത്തിലാക്കാൻ വേണ്ടി സിഹർ എങ്ങനെയാണ്, സിഹർ എന്താണ്, അത് ബാത്തിലാക്കൽ എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ ആ മലക്കുകൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ പരീക്ഷണമാണ്, നിങ്ങൾ അവിശ്വാസം അന്തികേട് ചെയ്യരുത്, അവിശ്വാസം ചെയ്യരുത്. ഇത് സിഹർ ചെയ്യാൻ വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. സിഹർ എന്താണ്, അത് ബാത്തിലാക്കൽ എങ്ങനെയാണ് എന്നതിന് വേണ്ടി സിഹർ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സിഹർ ചെയ്തേക്കരുതേ എന്നാ മലക്കുകൾ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭർത്താവിനെയും ഭാര്യയെയും തെറ്റിക്കാൻ പറ്റുന്ന ആ വിദ്യ അവരിങ്ങ് പഠിച്ചെടുത്തിട്ട് അതാ ജൂതന്മാരിപ്പോൾ അതാ സിഹർ ചെയ്യാൻ നടക്കുകയാണ്. മലക്കുകൾ അതിന് ഉത്തരവാദിയല്ല. അവരന്ന് തന്നെ പറഞ്ഞതാണ്, നിങ്ങളത് ഉപയോഗിക്കരുത്. ബാത്തിലാക്കാൻ വേണ്ടി സിഹർ പഠിപ്പിക്കുകയാണ്. അതേ സിഹർ എങ്ങനെ അത് ബാത്തിലാക്കൽ എങ്ങനെ എന്നത് പഠിപ്പിക്കുകയാണ്. അന്ന് തന്നെ മലക്കുകൾ പറഞ്ഞതാണ് ഇത് പ്രയോഗിക്കരുതെന്ന്. പക്ഷേ അത് പഠിച്ചിട്ട് അവർ പ്രയോഗിക്കാൻ തുനിഞ്ഞു ജൂതന്മാർ. ഇങ്ങനെയും ആയത്തിന് തഫ്സീറുണ്ട്. ആ തഫ്സീറാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ തഫ്സീർ. പക്ഷേ വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഏതായിരുന്നാലും ഒരു സിഹർ ചെയ്യുന്നവനും പടച്ചവന്റെ ഉത്തരവില്ലാതെ, പടച്ചവൻ ഉദ്ദേശിക്കാതെ ഒരു ദ്രോഹവും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് സിഹറിനെ പേടിച്ചിട്ട് ആരും സത്യം മൂടിവെക്കേണ്ടതില്ല. എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഈ വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ ഇങ്ങനെ സംസാരിച്ചാൽ, വ്യാജ ത്വരീഖത്തിന്റെ ശൈഖന്മാരൊക്കെ സിഹ്റന്മാരാണ്, അവർ വലിയ സിഹർ ചെയ്തു കളയും. ഞാൻ അവരോട് പറഞ്ഞു, അള്ളാന്റെ ഖുർആൻ കണ്ടില്ലേ, വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനം മറികടന്നുകൊണ്ട് വല്ല സാഹിറിനും വല്ലതും ചെയ്യാൻ കഴിയോ? ഞാൻ
അവരോട് ചോദിച്ചു, എന്താ എത്ര സുഖാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം കിട്ടാൻ വേണ്ടി എത്ര പാർട്ടിക്കാരാണ് എന്തെല്ലാം പണിയാ എടുക്കുന്നത്, വേഗം സിഹറങ്ങ് ചെയ്താൽ പോരെ, സിഹറങ്ങ് ചെയ്താൽ പോരെ പ്രധാനമന്ത്രിക്ക്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് എത്ര പെട്ടെന്ന് കഴിയൂന്ന് ചോദിച്ചു ഞാൻ. ഓ സഹോദരന്മാരെ, പടച്ചവന്റെ തീരുമാനം മറികടന്നുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. പക്ഷേ നന്മയുടെ നിമിത്തങ്ങളായി അല്ലാഹു തആല ചില മനുഷ്യരെയും ചില പ്രവർത്തനങ്ങളെയും വെച്ചതുപോലെ തിന്മയുടെ നിമിത്തങ്ങളായും അല്ലാഹു ചില മനുഷ്യരെയും ചില പ്രവർത്തനങ്ങളെയും വെച്ചിട്ടുണ്ട്. ഡോക്ടർ നന്മയുടെ നിമിത്തമാണ്, വൈദ്യന്മാര് നന്മയുടെ നിമിത്തമാണ്, മരുന്നുകൾ അതാ നന്മയുടെ നിമിത്തമാണ്, പണ്ഡിതന്മാർ നന്മയുടെ നിമിത്തമാണ്. അതേ സമയത്ത് തിന്മയുടെ നിമിത്തങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സിഹർ ചെയ്യുന്നവർ. തിന്മയുടെ നിമിത്തമാണ് സിഹർ എന്ന് പറയുന്നത്, തിന്മയുടെ നിമിത്തമാണ്. പക്ഷേ ഒരു പണ്ഡിതൻ മരണം വരെ എന്നല്ല, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലത്തിലധികം പ്രസംഗിച്ചിട്ട് അതേ വളരെ ചുരുങ്ങിയ ജനങ്ങളല്ലാതെ സന്മാർഗത്തിലെത്തിയില്ല. കാരണം നിമിത്തമായി പ്രവർത്തിക്കാനേ ആ മഹാന് കഴിഞ്ഞുള്ളൂ. പടച്ചവനല്ലേ ഹിദായത്ത് പടച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെത്ര തന്നെ വാദ് പറഞ്ഞാലും പടച്ചവൻ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്താലേ നന്നാവുകയുള്ളൂ. ഇതുപോലെ സിഹർ ചെയ്യുന്നവൻ അവന്റെ എല്ലാ ശക്തിയും വിദ്യയും പ്രയോഗിച്ച് സിഹർ ചെയ്താലും ചിലപ്പോൾ അത് ഫലിച്ചേക്കാമെന്നല്ലാതെ അതേ അവന്റെ തീരുമാനപ്രകാരം അത് ഫലിച്ചോളണമെന്നില്ല. പടച്ചവന്റെ തീരുമാനമേ നടപ്പാവുകയുള്ളൂ. അതാണ് ഈമാൻ കാര്യത്തിൽ ആറാമത്തത്, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണ്, അത് ഉറപ്പിച്ചു വെക്കണം. അപ്പോൾ പിന്നെ ഈ തിന്മകളെ എങ്ങനെ പ്രതിരോധിക്കും? അതിനുള്ള നിമിത്തങ്ങളും അല്ലാഹു വെച്ചിട്ടുണ്ട്. രോഗാണുക്കൾ നിമിത്തങ്ങളാണ്, തിന്മയുടെ നിമിത്തങ്ങളാണ്. ആ രോഗാണുവിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് മരുന്ന് നിമിത്തങ്ങളായി അല്ലാഹു വെച്ചത്. ഇതുപോലെ സിഹർ ചെയ്യാൻ ചില വചനങ്ങൾ, സിഹർ ചെയ്യാൻ ചില മന്ത്രങ്ങൾ, സിഹർ ചെയ്യാൻ ചില ജപങ്ങൾ, ആ മന്ത്രങ്ങളെയും ആ കുതന്ത്രങ്ങളെയും അതാ നേരിടാൻ പ്രതിരോധിക്കാൻ വേറെ ചില മന്ത്രങ്ങൾ. അതാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആനിലെ ഈ 2 സൂറത്തുകൾ. അത് സിഹറിനെ പ്രതിരോധിക്കാനുള്ളതാണ്. ഇതുപോലെ സൂറത്തുൽ ബഖറ അത് സിഹറിനെ പ്രതിരോധിക്കുന്ന സൂറത്താണ്. സൂറത്ത് യൂനുസ് പ്രതിരോധത്തിനുള്ള സൂറത്താണ്. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വേറെ ചില സിഹർ ചെയ്തു. സിഹർ എന്നതിന് പല ഇനങ്ങളുമുണ്ട്. കങ്കട്ട് ജാലവിദ്യ എന്നൊക്കെ പേരിൽ ചില സംഭവങ്ങളില്ലേ, അതും സിഹറിന്റെ മറ്റൊരിനമാണ്. അതേ സമയത്ത് സാധാരണ നമ്മൾ പറയുന്ന ദോഷപ്പണി എന്ന് പറയുന്ന സിഹർ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈത്താനെ സേവ പിടിച്ചിട്ട് ശൈത്താനെ കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പരിപാടിക്കാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ ദോഷപ്പണി എന്ന് പറയുന്ന സിഹർ, മാരണപ്രവർത്തനം. ആ ശൈത്താനിനെ നേരിടാനുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അതിനാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അതുപോലെ സൂറത്തുൽ ബഖറ. അതിലല്ലേ ആയത്തുൽ കുർസിയുള്ളത്. ഏത് ശൈത്താനും ആയത്തുൽ കുർസി കേട്ടാൽ മാറി നിൽക്കൂലേ. ആയത്തുൽ കുർസിയും അതുപോലെ സൂറത്തുൽ ബഖറയുടെ ആദ്യവും അവസാനവും അത് വല്ലാത്ത ബറക്കത്തുള്ളതാണ്. ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ ഓതുന്നത് ആ 2 ഭാഗമാണ്. അതെല്ലാ രാത്രിയും ഓതുന്നത് പ്രത്യേകം കാവലാണ്. സൂറത്തുൽ ബഖറയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തതിഉൽ ബഖല, ബാത്തിലുകാരായ സാഹിരീങ്ങൾക്ക്, സിഹറിന്റെ പണിക്കാർക്ക് ആ സൂറത്തുൽ ബഖറയോട് നേരിടാൻ കഴിയൂല. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എപ്പോഴും സൂറത്തുൽ ബഖറ ഓതിക്കോ ഉമ്മമാരെ. ഒരു സാഹിറിനും നിങ്ങളെ വീട്ടിൽ ഒരു ശല്യവും ചെയ്യാൻ കഴിയൂല. സൂറത്തുൽ ബഖറ ഇപ്പൊ പറയാൻ സമയമില്ല. ഒരു ദിവസം എന്റെ
അടുക്കൽ വന്നിട്ട് സിറാജുൽ ഹുദ തന്നെ പഠിച്ച അവിടെ കുറച്ചു കാലം സ്റ്റാഫായിട്ടുണ്ടായിരുന്ന ബഷീർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഇടക്കിടക്ക് തെറ്റിപ്പോന്നു. ഇപ്പൊ അടുത്ത് തുടങ്ങിയതാ, പ്രത്യേക കാരണമൊന്നുമില്ല, ഇടക്കിടക്ക് തെറ്റിപ്പോന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ സുബഹിന്റെ ശേഷം ഒരു സൂറത്തുൽ ഫാത്തിഹ, ഒരു അൽ ബഖറ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് ഓതണം, അല്ലെങ്കിൽ രാത്രി ഓതണം. അൽഹംദുലില്ലാ അങ്ങനെ ഓതി, സൂറത്തുൽ ബഖറ ഓതിയതിന് കഴിഞ്ഞ് പിന്നെ 1-2 ദിവസം കഴിയുമ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ജുമയും കഴിഞ്ഞ് കോളേജിന്റെ മേലേക്ക് ഇങ്ങനെ കോണി കയറി പോകുമ്പോൾ ബഷീർ ഓടി വന്നു, സാധു ഒരു കാര്യം പറയാണ്ട്. എന്താണ്? നിങ്ങൾ പറഞ്ഞ പോലെ സൂറത്തുൽ ബഖറ ഓതിയിട്ട് ഞങ്ങൾ കിടന്നു. അങ്ങനെ ഉറക്കിൽ നിങ്ങളെ തന്നെ സ്വപ്നത്തിൽ കണ്ടു. നിങ്ങൾ വന്നിട്ട് പറഞ്ഞു, വീട്ടിന്റെ മുമ്പിലുണ്ട് ഒരു ചെടിച്ചട്ടി, അതിന്റെ ചോടുണ്ട് ഒരു തകിട്, അതെടുത്ത് മാറ്റണം. അങ്ങനെ നിങ്ങൾ വാതിൽ തുറന്ന് ചെടിച്ചട്ടി എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ചോട് ഒരു തകിട്, അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പുഴയെ കൊണ്ടുപോയിട്ടോ, പക്ഷേ ഞാൻ നിങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കതാ പണി. ഓ സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഉറക്കം കൂടി പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്തേ സൂറത്തുൽ ബഖറയുടെ പവറ്. അങ്ങനെ എത്ര ആളുകൾക്ക് അനുഭവമുണ്ട്. അതേ സംഭവം നമ്മുടെ സിറാജുൽ ഹുദയിൽ പഠിച്ചൊരു സഖാഫിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിനും ഇതുപോലത്തെ മറ്റൊരു സംഭവമുണ്ടായി. സൂറത്തുൽ ബഖറ വീട്ടിൽ നിന്ന് ഓതൂ ഉമ്മമാരെ. നിങ്ങൾ വീട്ടിൽ വെച്ച് സിനിമ കാണല്ല, വീട്ടിൽ വെച്ച് ഹറാമ് നോക്കല്ല, ഹറാമിന്റെ ഗാനങ്ങൾക്കല്ല, ഹറാമിലേക്ക് നയിക്കുന്ന നെറ്റിലേക്ക് കയറല്ല. നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന ഒന്നിലേക്കും നിങ്ങൾ കയറല്ല. തെറ്റിലേക്ക് നയിക്കുന്ന ഒന്നും നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ അനുവദിക്കല്ല. എന്താണ് ലോകം? നിങ്ങൾ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ? കൂത്തുപറമ്പിൽ സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായ PG എടുത്ത ഒരു പെണ്ണ് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ എന്തിനു വന്നതാ? ആളുകള് സംശയം തോന്നിയപ്പോ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്താ വന്നതെന്ന് വെച്ച് കാമുകനെ കാണാൻ വന്നതാണ്. കാമുകനായിട്ട് എന്താ ബന്ധം? ടെലിഫോൺ ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. കുറെ ഫേസ്ബുക്കുകളും കുറെ നെറ്റുകളും കുറെ മൊബൈൽ ഫോണുകളും ആരെയെല്ലാം എന്തെല്ലാം അപകടത്തിലാണ് കൊണ്ടുപോയി ചാടിക്കുന്നത്. ആ പെൺകുട്ടിയോട് കാമുകന്റെ ഫോൺ നമ്പർ വാങ്ങി പോലീസുകാർ വിളിച്ച് പോലീസ് സ്റ്റേഷനിലെത്താൻ പറഞ്ഞു. അദ്ദേഹം കയറിങ് വരുന്നത് കണ്ടപ്പോ ആ പെൺകുട്ടി ബോധം കെട്ടങ്ങ് വീണു. കാരണം 68 വയസ്സുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഒരു കൊല്ലമായി ഫോണിലുള്ള ബന്ധമാണ്. പക്ഷേ പരസ്പരം കണ്ടപ്പോഴാണ് അതിന്റെ മധുരം അനുഭവിച്ചത്. 68 വയസ്സുണ്ട്. ഈ മൊബൈൽ ഫോണിലൂടെ, നെറ്റിലൂടെ നമ്മുടെ സമുദായം അധപ്പതിക്കുന്നു. മറ്റ് സമുദായങ്ങളിലും പലർക്കും അബദ്ധം പണയുന്നു. ഞാൻ വേദനയോടെ പറയട്ടെ, അതിലേക്കൊന്നും കടന്നു പോകല്ലേ ഉമ്മമാരെ. നിങ്ങളെ മുൻഗാമികളായ സഹോദരിമാർ മഗ്രിബിന്റെ ശേഷം യാസീൻ ഓതിയില്ലേ, ഖുർആൻ ഓതിയില്ലേ, അവരതാ സലാത്ത് ചൊല്ലിയില്ലേ. അതിലേക്ക് നിങ്ങളും തിരിച്ചു വരൂ സഹോദരിമാരെ. ഒരു സിഹറും ഒരു ജിന്നും ഒരു ശൈത്താനും നിങ്ങളെ ശല്യപ്പെടുത്തൂല. സർവ ശർറുകളെയും പ്രതിരോധിക്കാൻ ഖുർആനിൽ തന്നെ വകുപ്പുണ്ട് കേട്ടോ. ഇനിയും ഞാൻ ഒന്നുകൂടി പറയട്ടെ. കാസർഗോഡ് ജില്ലയിൽ ഞാൻ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഒരാളൊരു പത്രം കൊണ്ടെത്തന്നു. പർദ്ദയിട്ട കുറെ പെണ്ണുങ്ങൾ ആലി ശൈത്താനെ കാണാൻ പോയതാണ്. ആലി ശൈത്താൻ ഒരു ദേവാലയത്തിൽ ആ ശൈത്താനെ കാണാൻ പർദ്ദയിട്ട പെണ്ണുങ്ങൾ പോയിരിക്കുന്നു. സങ്കടമായി പോയി എനിക്ക്. നമ്മളെ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വരരുത് എന്നല്ലേ നമ്മൾ സ്ത്രീകളോട് പറഞ്ഞത്? പള്ളിയിൽ ജുമാ ജമാഅത്തിന് വരരുത് എന്നല്ലേ നമ്മൾ സ്ത്രീകളോട് പറഞ്ഞത്? ആ സ്ത്രീകൾ പിന്നെ എങ്ങനെ അമ്പലത്തിലേക്ക് പോയത്? എങ്ങനെ ദേവാലയത്തിലേക്ക് പോയത്?
മഹാനായ ശഫീ ഇമാം റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭാര്യമാരും പെൺകുട്ടികളും അങ്ങനെ വീട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ട് ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ, ഒരു രാത്രിയോ പകലോ ഒരൊറ്റ ജുമഅക്കോ ജമാഅത്തിനോ ഒരൊറ്റ പെണ്ണും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല. ഐഷ ബീവി പള്ളിയിൽ ജുമഅ ജമാഅത്തിന് പോയിട്ടില്ല, ഫാത്തിമ ബീവി പോയിട്ടില്ല എന്ന് മാത്രമല്ല ഒരൊറ്റ സഹാബിയും തന്നെ അതാ ഒരു പെണ്ണിനോട് ജുമഅ ജമാഅത്തിന് പോകാൻ പറഞ്ഞിട്ടില്ല. ഫമാ അലിംതു മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദൻ മിൻ നിസാഇഹി, ഏതെങ്കിലും ഒരു പെണ്ണിനോട് പള്ളിയിൽ ജുമഅ ജമാഅത്തിന് പോകാൻ ഒരൊറ്റ പെണ്ണിനോടും അതാ മുൻഗാമികളായ സഹാബികളും താബീങ്ങളും കൽപ്പിച്ചതായി ഞാൻ കാണുന്നില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ ലഅമറുഹുന്ന ബിഹി, ഏതെങ്കിലും ഒരു പെണ്ണ് ജുമഅ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നതിൽ എന്തെങ്കിലും ഒരു പുണ്യമുണ്ടെങ്കിൽ മക്കയിലെയും മദീനയിലെയും പള്ളിയിലേക്ക് പോകാൻ നബിയും സഹാബത്തും കൽപ്പിക്കുമായിരുന്നു. പക്ഷേ മക്കയിലെ പള്ളി പോകാനും കൽപ്പിച്ചിട്ടില്ല, മദീനത്തെ പള്ളി പോകാനും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിഷ ബീവിയുടെ റൂം മദീനത്തെ പള്ളിയുടെ ചുമരും ആയിഷ ബീവിയുടെ വീട്ടിന്റെ ചുമരും ഒന്നാണ്. പക്ഷെ ആ റൂമെന്ന് പള്ളിയിലേക്ക് വന്ന് ജുമഅ ജമാഅത്തിന് ആയിഷ ബീവി പങ്കെടുത്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ശഫീ ഇമാം റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ഒരു ഇമാമിനും മക്ക മദീന അടക്കമുള്ള ഒരൊറ്റ പള്ളിയിലും ജുമഅ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ പോകുന്നത് പുണ്യമാണെന്നൊരു ഇമാമും പറഞ്ഞിട്ടില്ല. മറിച്ച് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് നിസ്കരിച്ചാലാണ് അവർക്ക് പ്രതിഫലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് ഒരു ഇമാമിനും തർക്കമില്ല. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹജ്ജിന് വേണ്ടി പോയപ്പോ റൂമിൽ പെണ്ണുങ്ങളെയും നിർത്തിപ്പോയാൽ ആ പെണ്ണിന്റെ അടുക്കൽ വേറെ അന്യാണുങ്ങൾ വരും, അല്ലെ അന്യാണുങ്ങൾ ഉണ്ടാവും. അപ്പൊ പിന്നെ ഈ പെണ്ണിന് സുരക്ഷിതത്വം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരാള് ഹറമിലേക്ക് തവാഫിന് പോകുമ്പോ ഈ പെണ്ണ് തവാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവളെയും കൂട്ടി പള്ളിയിൽ പോയിക്കൂടാന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതുപോലെ തന്നെ തവാഫിന് വേണ്ടി സ്ത്രീകൾ പള്ളിയിൽ പോയപ്പോ അവിടെ ഒരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ശഫീ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതിനും അർത്ഥമില്ല. അവർക്ക് അവിടുത്തെ ജമാഅത്തിൽ കൂടാം. എന്തുകൊണ്ട്? ജുമഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല എന്നാണ് ശഫീ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവിടെ പോയപ്പോൾ ജുമഅയിൽ പങ്കെടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരാവശ്യത്തിന് വേണ്ടി പോയിക്കൂടാ എന്നുമല്ല പറഞ്ഞത്. ജുമഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല എന്നാണ് ഇമാം ശഫീ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോ പെൺകുട്ടികളോ അതാ പള്ളിയിലേക്ക് ജുമഅ ജമാഅത്തിന് പോയിട്ടില്ലെന്നും അതുകൊണ്ട് പോകേണ്ടതില്ലെന്നും പോകരുതെന്നും കിഫായത്തുൽ അഖ്യാറിൽ അതേ മഹാനായ ഇമാം ദിമസ്കി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം രേഖപ്പെടുത്തിയില്ലേ? കാലം വളരെ നാശമായ ഇക്കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമഅ ജമാഅത്തിന് പുറപ്പെട്ടു പോകുന്നത് അൽ ജസ്മു ബിത്തഹ്രീം, അത് ഹറാമാണെന്ന് തന്നെ പണ്ഡിതന്മാര് മുറിച്ച് പറയണമെന്ന് പോലും കിഫായത്തുൽ അഖ്യാർ എന്ന ശാഫി മദ്ഹബിലെ കിതാബിൽ പറഞ്ഞില്ലേ? ആ നിലക്കൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞിരിക്കെ ഞാൻ വേദനയോടെ പറയുന്നു, അമ്പലത്തിലെ ഉത്സവത്തിന്, അമ്പലത്തിലെ ദേവാലയത്തില് സ്ത്രീകൾ പോയിട്ട് ആലി ശൈത്താനെ കാണാൻ വേണ്ടി അമ്പലത്തിൽ പോയതാണ്. ഞാൻ പത്രത്തിൽ പർദ്ദ അണിഞ്ഞ പെണ്ണിനെ കാണുന്നത് സങ്കടമായി പോയി. പള്ളിയിലേക്ക് തന്നെ ജുമഅ ജമാഅത്തിന് വരണ്ടെന്ന് പഠിച്ച ഉമ്മമാരെ, നിങ്ങളെങ്ങനെ ദേവാലയങ്ങളിൽ അമ്പലങ്ങളിൽ പോകുന്നു? ഒരിക്കലും തന്നെ പാടുള്ള പണിയല്ല. ഇനി ഒന്നുകൂടി പറയട്ടെ, ചില സ്ത്രീകളുണ്ട് നേരം വെളുത്താൽ ഇറങ്ങിപ്പോവാണ്. എവിടേക്ക്? കണക്കന്മാരെടുത്ത്. എന്ത് കണക്കെ? ബികോം പാസ്സായാലെടുത്ത് കണക്ക് കൂട്ടിക്കാൻ പോകുന്നതല്ല, അല്ലെ അക്കൗണ്ടന്റ് അടുത്ത് പോകുന്നതല്ല, പിന്നെ കണക്ക് നോക്കിയിട്ട് കാര്യം പറയുന്നവര് എന്ന നിലക്ക് ചില ജ്യോത്സ്യന്മാര്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ശൈഇൻ, അത്തരം കണക്കന്മാർക്ക് കണക്ക് കൂട്ടിയിട്ട് വല്ലതും പറയാൻ സാധിക്കുമെന്ന നിലക്ക് അവരോട് വല്ലവനും പോയിട്ട് വല്ലതും ചോദിച്ചാൽ ലം തുഖ്ബൽ സലാത്തു 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം പിന്നെ സ്വീകരിക്കപ്പെടൂല.
അത്രയും കടുത്ത തെറ്റാണത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ബാബു തഹരീമിൽ കഹാനത്തി വൈത്യാനിൽ കുഹാനി, ജ്യോത്സ്യന്മാരടുക്കൽ പോകുന്നത് നിഷിദ്ധമാക്കുന്ന അധ്യായം എന്ന നിലക്ക് ഒരധ്യായം തന്നെ കൊടുക്കുന്നു. സിറാജുൽ ഹുദയിൽ പലരും നേർച്ച കൊണ്ടുവരാറുണ്ട്. അങ്ങനെ നേർച്ച കൊണ്ടുവന്ന് കൊടുത്തിട്ട് പലർക്കും വലിയ ഫലവും കിട്ടാറുണ്ട്. സുഹൃത്തുക്കളെ, ഒരു ദിവസം ഒരു സ്ത്രീ വന്നു. വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, എന്റെ വീട്ടിലെ ഒരു സാധനം കട്ടുപോയി. ഞാൻ പറഞ്ഞു, അള്ളാഹു തിരിച്ചു തരട്ടെ. നിങ്ങൾ ധാരാളം ഖുർആൻ സ്വലാത്തിലെ ദിക്റുകളിലൊക്കെ ചെയ്യാം, അപ്പൊ അള്ളാഹു തല തിരിച്ചു തരട്ടെ. അപ്പൊ ഇവളെന്നോട് ചോദിച്ചു, അത് കിട്ടുമെന്ന്. അത് കിട്ടുമോ എന്ന് ചോദിച്ചു എന്നോട്. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ കണക്കന്മാരും അല്ലാത്തവരും പെണ്ണുങ്ങളെ റൂമിൽ കയറ്റി സംസാരിക്കുന്നവരുണ്ട്. പെണ്ണുങ്ങളെ തടയിക്കൊണ്ട് മന്ത്രിക്കുന്ന കള്ളന്മാരുണ്ട്. അങ്ങനെ പല തട്ടിപ്പുകാരുണ്ട്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ശറഇന്റെ നിയമങ്ങൾ മറികടന്നുകൊണ്ടുള്ള ഒരു ചികിത്സയും ഒരാൾക്കും അനുവദനീയമല്ല. തടീച്ചകളെ വഴിപ്പെടുന്ന, പടച്ചവനെ ഭയപ്പെടാത്ത മനുഷ്യൻ മുസ്ലിയാരെ പേരിട്ടാലും ഇനി തങ്ങളെ പേരിട്ടാലും ഏത് പേരിട്ടാലും പടച്ചവന്റെ ദീനിൽ അനുവദനീയമല്ലാത്ത ഒന്നും അനുവദിച്ചു കൊടുത്തുകൂടാ. അങ്ങകലൊരു റൂമിലിരുന്നിട്ട് ടെലിഫോണിലാണ് സിറാജുൽ ഹുദയിൽ വന്നാൽ എന്തെങ്കിലും ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീ ഒരു ദിവസം ചോദിച്ചതാണ്, കട്ടുപോയ സാധനം കിട്ടുമോന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തു വെച്ചിട്ടില്ല. കാരണം കിട്ടുമെന്ന് പറയണമെങ്കിൽ ഞാൻ എടുത്തു വെച്ചാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ എങ്ങനെ പറയാനാ കിട്ടുമോ കിട്ടൂലേ എന്ന് പറയാൻ കഴിയും? ഒരാൾക്ക് പറയാൻ കഴിയൂല. മുഅ്ജിസത്തുള്ള അമ്പിയാക്കൾക്ക് കഴിഞ്ഞേക്കാം, ഔലിയാക്കൾക്ക് കറാമത്ത് കൊണ്ട് ഒരു പക്ഷേ മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ ഔലിയാക്കൾക്ക് ചിലപ്പോ പറയാൻ സാധിച്ചേക്കാം. അല്ലാതെ കണക്ക് കൂട്ടിയിട്ട് കിട്ടുമോ ഇല്ലേ എന്ന് പറയാൻ കഴിയൂല. അങ്ങനെ കഴിയുമെന്നൊരു അന്ധവിശ്വാസം വേണ്ടേ ഉമ്മമാരെ? ഇനിയോ സഹോദരന്മാരെ, അതേ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നന്മക്ക് നിമിത്തങ്ങളുണ്ടെന്ന്. അത് നമ്മൾ നിഷേധിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ഇതാ സിറാജുൽ ഹുദയിലേക്ക് വന്ന ആയിരക്കണക്കിന് കത്ത് ഞാൻ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊരു കത്ത് ഞാൻ വായിക്കട്ടെ. ബഹുപേരോട് ഉസ്താദിന് എന്റെ ഉമ്മയുടെ 5 പവൻ വരുന്ന മാല നഷ്ടപ്പെട്ടിരുന്നു. ഇതറിയാനൊരു മാസം വൈകിയിരുന്നു. ശേഷം വല്ല സ്ഥലത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അങ്ങനെ സിറാജുൽ ഹുദയിലേക്ക് 1001 രൂപ നേർച്ചയാക്കുകയും അൽഹംദുലില്ലാഹ് 2-ാം ദിവസം തന്നെ മാല തിരികെ കിട്ടുകയും ചെയ്തു. കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഹഫ്സ ചേലക്കാട്. ഇത് ഒരു കത്താണ്. ഓ അല്ല പറഞ്ഞില്ലേ ഖുർആനില്, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. നിങ്ങൾ നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നതും നിങ്ങൾ നല്ല കാര്യത്തിന് നേർച്ചയാക്കുന്നതും അല്ല അറിയുന്നുണ്ട്. കൊടുക്കുന്നവൻ അല്ലയാണ്, തടയുന്നവൻ അല്ലയാണ്. ഇതുപോലെ എത്രയെത്ര അല്ലാഹു തആല തന്ന നിഅമത്ത് നമ്മുടെ സ്ഥാപനത്തിന്. അതേ നൗഷാദ് പൊയിലൂര് 9544-600-700 നമ്പർ എഴുതുകയാണ്. വലിയ ഒരു സംഖ്യ ബിസിനസ്സിൽ കുടുങ്ങി കിട്ടാൻ വേണ്ടി സിറാജുൽ ഹുദയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു നേരം ഭക്ഷണം നേർച്ചയാക്കി. പെട്ടെന്ന് തന്നെ അത് ശരിയായി, സംഖ്യ തിരിച്ചു ലഭിച്ചു. അങ്ങനെ അല്ലാഹു തആല തന്ന നിഅമത്ത്. ഇന്നലെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴതാ കൊണ്ടുവന്ന് തരുന്നു ഒരു കത്ത്. ഞാൻ പടിഞ്ഞാറങ്ങാടി ഉറവിൽ ഹൈദർ മുസ്ലിയാരുടെ ജ്യേഷ്ഠൻ ഉണ്ണി മുസ്ലിയാരുടെ മകൻ ഹൈദർ അലിയുടെ ഭാര്യയാണ്. എന്റെ 3ാമത്തെ പ്രസവത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ സിറാജുൽ ഹുദയിലേക്ക് 1001 രൂപ നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ് പ്രസവം കുഴപ്പമൊന്നും കൂടാതെ 18/11/2012 കഴിഞ്ഞു. അതിനുശേഷം കുട്ടിക്ക് 4 ദിവസമായപ്പോൾ കുട്ടിക്ക് മഞ്ഞപ്പ് കൂടുകയും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അവിടുന്ന് ചിലപ്പോൾ കുട്ടിയുടെ രക്തം മാറ്റേണ്ടി വരുമെന്നുമുള്ള അവസ്ഥയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയതാണ് എന്റെ 2.5 പവനോളം വരുന്ന സ്വർണം. ഇന്നലെ കൊണ്ടുവന്നിട്ട് എഴുതിയ കത്താണിത്. കുട്ടിയുടെ മഞ്ഞപ്പ് പെട്ടെന്ന് കുറയുകയും രക്തം മാറ്റേണ്ട ആവശ്യമില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഓ സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ ഇഖ്ലാസോടെ സ്ഥാപിച്ച് നടത്തുന്ന സിറാജുൽ ഹുദക്ക് നേർച്ച ചെയ്തപ്പോൾ കിട്ടിയ
ആയിരങ്ങൾ എഴുതിയ കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്, അഡ്രസ് സഹിതമുള്ള കത്ത്. സുഹൃത്തുക്കളെ, വേറൊരാൾ എഴുതിയ കത്ത്, പേരോട് സാഹിബ്, ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഓഫീസിലെ സ്ക്വാഡുകാർ വന്ന് മീറ്റർ പരിശോധിച്ച് ആരോ മീറ്റർ കറക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ലെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. അവരത് സമ്മതിച്ചില്ല. 1,00,000 രൂപ വരെ ഫൈൻ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങളത് കേട്ട് പേടിച്ച്, അപ്പോഴാണ് ഞാൻ ഏത് പ്രവർത്തനത്തിനും പരിഹാരം കാണുന്ന ഉസ്താദിന്റെ കോളേജിനെ കുറിച്ച് ഓർത്തത്. അങ്ങനെ ഞാൻ എന്റെ ബാപ്പനോടും ഉമ്മനോടും പറഞ്ഞു, ഞങ്ങൾ ഉസ്താദിന്റെ കോളേജിലേക്ക് 501 രൂപ നേർച്ചയാക്കി. അൽഹംദുലില്ലാ, അതിന്റെ ബറക്കത്ത് കൊണ്ട് അവർ പിറ്റേ ദിവസം ഫോണിൽ വിളിച്ച് ഫൈനൊന്നും അടക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. 1 രൂപ പോലും ഫൈൻ വന്നില്ല. ഉസ്താദ് കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. മുഹമ്മദ് മുനീർ, കൊച്ചി. ഫോൺ 22-12-076. ഇങ്ങനെ അല്ലാഹു തആല അത്ഭുതങ്ങൾ പലതും അല്ലാഹു തആല നേർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്, സദഖയ്ക്ക് വെച്ചിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് വെച്ചിട്ടുണ്ട്, ഖുർആനിന് വെച്ചിട്ടുണ്ട്, ദിക്റിന് വെച്ചിട്ടുണ്ട്, സ്വലാത്തിന് വെച്ചിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പോകണ്ട. തിന്മകളെ പ്രതിരോധിക്കുന്ന പല സംവിധാനങ്ങളും അഭൗതികമായി അസാധാരണമായി അല്ല വെച്ചിട്ടുണ്ട്. ഭൗതികമായ പ്രതിരോധങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവൻ ഖുർആൻ വിശ്വസിച്ചവനല്ല, ഹദീസ് വിശ്വസിച്ചവനല്ല. ഇനി സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് അവർ പറയുന്ന കളവുകളൊന്നും തന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അതിനെ സംബന്ധിച്ച പല പ്രസംഗങ്ങളിലും പലപ്പോഴും ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. കണക്ക് കൂട്ടി നോക്കിയിട്ട് പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കുന്ന പലരുമുണ്ട്. അതിൽപ്പെട്ട ഒരു വലിയ നാശം ഞാൻ പറയട്ടെ. ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്തിൽ പോയപ്പോ അവിടെ നിന്നൊരു പ്രായം ചെന്ന മനുഷ്യൻ വന്ന് സങ്കടം പറഞ്ഞു. എന്റെ മകൻ എന്നെ ടെലിഫോൺ ചെയ്യുന്നില്ല, ഞാൻ ഫോൺ ചെയ്താൽ എടുക്കുന്നില്ല, എന്റെ മകൻ എന്നോട് മിണ്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്, കാരണം എന്താണ്? അദ്ദേഹം പറയുന്നു, ഏതോ ഒരു വ്യാജ തരീഖത്തിന്റെ ശൈഖുമായി ബന്ധപ്പെട്ട ഒരു കണക്കന്റെ അടുത്ത് ചെന്നപ്പോ ആ കണക്കൻ പറഞ്ഞു കൊടുത്തു, നിന്റെ ബാപ്പ നിനക്ക് സിഹിർ ചെയ്തിട്ടുണ്ട്, നിന്റെ ഭാര്യയും നീയും തമ്മിൽ തെറ്റാൻ വേണ്ടി സിഹിർ ചെയ്തിട്ടുണ്ട്. അത് വിശ്വസിച്ചതിന്റെ പേരിൽ സ്വന്തം ബാപ്പ മകൻ വിളിക്കുന്നില്ല, ബാപ്പയുമായി പിണങ്ങി ജീവിക്കുന്നു. ഇന്നാലില്ലാ. ഓ മുസ്ലിമീങ്ങളെ, ഓ ഉമ്മമാരെ, ഈ കണക്കന്മാര് പറയുന്ന ഫിത്നകളൊന്നും നിങ്ങൾ വിശ്വസിക്കല്ലേ. നിന്റെ ഭാര്യ വീട്ടുകാര് നിനക്ക് സിഹിർ ചെയ്തിട്ടുണ്ടെന്ന് ചില കണക്കന്മാര് പറയും. നിന്റെ ഭർത്താവിന്റെ വീട്ടുകാര് സിഹിർ ചെയ്തു എന്ന് പറയും. നിന്റെ ഭർത്താവിന്റെ ഉമ്മ സിഹിർ ചെയ്തു എന്ന് പറയും. നിന്റെ ഭർത്താവിന്റെ ബാപ്പ സിഹിർ ചെയ്തു എന്ന് പറയും. നിന്റെ അയൽവാസികൾ സിഹിർ ചെയ്തു എന്ന് പറയും. നിന്റെ കുടുംബക്കാര് സിഹിർ ചെയ്തു എന്ന് പറയും. എത്ര കുടുംബങ്ങളെയാണ് ഈ കണക്കന്മാര് തെറ്റിച്ചു കളയുന്നത്? ഭർത്താവിന്റെ പെങ്ങള് സിഹിർ ചെയ്താണ്, അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാര് സിഹിർ ചെയ്താണ്. അത് പറഞ്ഞാൽ, ഞാൻ മുസ്ലിമീങ്ങളോട് പറയും, അത് പറഞ്ഞാൽ ആ പറയുന്നവർ ഏത് മുസ്ലിയാരാണെങ്കിലും ഏത് തങ്ങളാണെങ്കിലും നീ കണ്ടിനോ എന്ന് ചോദിക്കണം, നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കണം. അതിനൊക്കെ ആ സനത് ചോദിക്കേണ്ടത്, വേണ്ടാത്ത സംഗതികൾക്കല്ല. ഓ മുഅ്മിനീങ്ങളെ, ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. ആധാരമില്ലാതെ, തെളിവില്ലാതെ, അതേ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇന്നവൻ സിഹിർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കുടുംബം തെറ്റിക്കുന്ന പണിയാണ്, അയൽവാസികളെ പിണക്കുന്ന പണിയാണ്, അതാ വലിയ നാശമുണ്ടാക്കുന്ന പണിയാണ്. അത്തരം നാശമുണ്ടാക്കുന്നവരെ വാക്കുകൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ കുടുംബം തെറ്റരുതേ, നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിക്കരുതേ. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ആരും ആരെയും തെറ്റിദ്ധരിക്കരുതെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. എല്ലാരെ പറ്റിയും നല്ലതേ വിചാരിക്കാവൂ, ബെടക്ക് വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടില്ല. വെറുതെ അല്ല, വയലു എന്ന് പറഞ്ഞ് പഠിക്കാനാ, വിഷയങ്ങൾ മനസ്സിലാക്കാനാ. ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ജനങ്ങളുടെ വാക്ക് കേട്ട് കുടുംബങ്ങൾ തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. ബാപ്പയും മകനും തമ്മിൽ തെറ്റരുത്, കുടുംബങ്ങൾ തമ്മിൽ തെറ്റരുത്, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റരുത്. ജ്യേഷ്ഠന്റെ ഭാര്യ സിഹിർ ചെയ്തു, അനുജന്റെ ഭാര്യ സിഹിർ ചെയ്തു, നിന്റെ ഭർത്താവിന്റെ പെങ്ങൾ സിഹിർ ചെയ്തു എന്നൊക്കെ പച്ചക്കള്ളം
4 കുറിയും വരയും നടത്തിയിട്ട് പറയുന്നവരുണ്ട്. കുറിയും വരയും നടത്തിയാൽ അത് പറയാൻ കഴിയൂല. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ബോധ്യപ്പെടാത്തത്, ഉറപ്പില്ലാത്തത്, അതേ ഒരാളെ പറ്റിയും തെറ്റിദ്ധരിപ്പിക്കുന്ന തിന്മയുടെ വാക്ക് പറയരുത്. വളരെ ശ്രദ്ധിക്കണം, പറഞ്ഞാ വിശ്വസിക്കുക. നേരെ മറിച്ച് മുഅ്മിനീങ്ങളെ പറ്റിയൊക്കെ നല്ലത് വിചാരിക്കണം. ഇപ്പൊ ഞാനിവിടെ വന്ന് ഇന്നലെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അല്ലാഹു തആല ആ വീട്ടിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആ വീട്ടുകളിൽ നമ്മളിൽ നിന്ന് മരിച്ചുപോയി എല്ലാവരും ഇവിടെ ഖബറും അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ഡോക്ടറുടെ പിതാവ് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് മുളിയെങ്കിലും ഒന്ന് വയത് പറഞ്ഞപ്പോ സഹോദരന്മാര് വളരെ സജീവമായി ഉണ്ടായിരുന്നു. മുളിയെങ്കിലും നമുക്ക് പള്ളി നിർമ്മിക്കാനും ഒക്കെ സൗകര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അതുപോലെ എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചുപോയി. അള്ളാഹു എല്ലാവരും ഖബറും സന്തോഷത്തിലാക്കണം റഹ്മാനെ. അപ്പോ ഞാൻ പറഞ്ഞ വിഷയം മുഅ്മിനീങ്ങളെ പറ്റി നല്ലതേ വിചാരിക്കുന്ന. ഇന്നലെ ഞാനവിടെ ചെന്ന് നാടൻ കോഴിയിറച്ചിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കണോ ഇത് അർത്ഥം ആരാണ്? അത് ചോദിക്കേണ്ടിയില്ല. മുഅ്മിനീങ്ങളെ വിശ്വസിക്കണം, തെറ്റിദ്ധരിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങൾ നമുക്ക് കോഴി അറുത്ത് കൊണ്ടുതന്നാൽ അത് അറുത്ത് ഏതോ പറ്റുന്ന ഒരാൾ അർത്ഥം തന്നെയായിരിക്കും എന്ന് വിചാരിക്കണം. അവിടെ പിന്നെ അതിന്റെ അഡ്രസ് ചോദിക്കണോ? അതിന്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരാൾ ഹജ്ജിന് പോയി വന്നിട്ട് സംസം വെള്ളം കൊണ്ട് തന്നു. ഇത് സംസം തന്നെയാണോ, ഉറപ്പുണ്ടോ എന്ന് ചോദിക്കണ്ടില്ല, തന്നാ കുടിക്കുക. ഹജ്ജിന് പോയി വന്നാളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ ഒരാൾ നിങ്ങൾ സംസം വെള്ളം കണ്ടിനോ, ആ കിണർ കണ്ടിരുന്നോ, മോട്ടോർ കണ്ടിരുന്നോ, പൈപ്പ് കണ്ടിരുന്നോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊരു ബർക്കത്തുള്ള വെള്ളം അദ്ദേഹം കൊണ്ടുവന്നു തന്നാൽ നമുക്ക് ആ ഹാജിയെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇപ്പൊ ജനങ്ങളെ പറ്റി നല്ലതേ വിചാരിക്കാവൂ. നേരെ മറിച്ച് ഒരു മനുഷ്യൻ സിഹ്ർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യമാണ്, സബിൽ മുബിഖാത്താണ്. അത് നിന്റെ ഉപ്പാന്റെ പെങ്ങൾ ചെയ്തു എന്നോ, അനുജൻ ചെയ്തു എന്നോ, ബാപ്പ ചെയ്തു എന്നോ, ഉമ്മ ചെയ്തു എന്നോ പറഞ്ഞാൽ, മകൻ ചെയ്തു എന്നോ, ആര് ചെയ്തു എന്ന് പറഞ്ഞാലും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കാണ്. അത് പറയുന്നവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനല്ല, അവൻ ഫാസിഖാണ്, തോന്നിവാസിയാണ്. അവന്റെ ഒരു ചികിത്സയും സ്വീകരിക്കാൻ പാടില്ല. ഇതുപോലെ സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പ്രതിരോധത്തിന്, സിഹറിന്റെ പ്രതിരോധത്തിന് പരിശുദ്ധ ഖുർആൻ വഴിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, സിഹർ എന്ന് പറയുന്ന ഒരു വലിയ ഇനം തന്നെ ശൈത്താന്റെ സേവ പിടിച്ചിട്ട് ശൈത്താനെ തൃപ്തിപ്പെടുത്തുന്ന ചില വാക്കുകളും ചില മന്ത്രങ്ങളും ഒക്കെ നടത്തിയിട്ട് അതിൽ തന്നെ ചിലപ്പോൾ നമ്മളെ തട്ടിപ്പാക്കാൻ വേണ്ടി ചിലപ്പോൾ നല്ലതും കൂട്ടിച്ചേർത്തു എന്ന് വരും. ഉദാഹരണത്തിന്, ചോര കൊണ്ട് ഖുർആൻ എഴുതുകയാണെങ്കിൽ അത് ഹറാമാണ്, കാരണം ചോര നജസാണ്. അപ്പൊ ഒരാൾ ഒരു ചെറിയ പണി പറഞ്ഞു തരാണ്, ഖുർആൻ ചോര കൊണ്ട് എഴുതാന്. അപ്പൊ ശൈത്താൻ വലിയ ഇഷ്ടമാണ്, കാരണം ഖുർആൻ നജസ് കൊണ്ട് എഴുതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കും ഇത് ഖുർആനല്ലേ എഴുതി കെട്ടാൻ പറഞ്ഞത്, പക്ഷേ അത് കടുത്ത ഹറാമാണ്, ഖുർആനെ നിസ്സാരപ്പെടുത്തലാണ്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവൂല. ഇതുപോലെ ചില സംഗതികള് അതാ ബാഹ്യമായി നോക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് സാധാരണക്കാർക്ക് തോന്നും, പണ്ഡിതന്മാർക്ക് അതിന്റെ ദൂഷ്യം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഓ മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് വിവരമുള്ള പണ്ഡിതന്മാരെയല്ല